makeup and hairstyle. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Yeah. ഹായ് ഗൈസ്, അപ്പോൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത് അത് നല്ല ഫേസ് വാഷ് ചെയ്യുക. എന്ന ശേഷം ക്ലിൻസിങ് ചെയ്യാന്നാണ് കേട്ടോ. ക്ലിൻസിങ് ചെയ്ത ശേഷം ടോണിങ് കഴിഞ്ഞ ശേഷം മോയ്സ്ചറൈസർ ക്രീം. ഈ 3 സ്റ്റെപ്സ് കഴിഞ്ഞിട്ട് വേണം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇത്രയും ഇടുന്നത് ഫേസിൽ, നെക്ക് ആൻഡ് ഇയേഴ്സിൽ ഇട്ടിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ നല്ലോണം ഇത്രയും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊരു ടോണിങ് ആണ്, ഇത് സ്പ്രേ ടൈപ്പാണ്. അതൊന്നും ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ മോയ്സ്ചറൈസർ ക്രീം ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ മേക്കപ്പ് തുടങ്ങാം. ആദ്യം ഒരു കൺസീലറാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ കുട്ടികൾക്ക് അതിൻ്റെ ആവശ്യം എന്നാലും ചിലപ്പോൾ സ്പോട്സുകളോ ടാനൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ജിക്ക് ഫോർഹെഡിൽ ചെറിയ ടാൻ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ കൺസീലറോടെ യൂസ് ചെയ്തത് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്യുക. നെക്സ്റ്റ് യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷനാണ്. അപ്പോൾ ഞാൻ ഫിംഗർ കൊണ്ടാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫേസിൽ നെക്കിലെല്ലാം നല്ലപോലെ അപ്ലൈ ചെയ്യുക. എന്ന ശേഷം നല്ലപോലെ ബ്ലെൻഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഫൗണ്ടേഷൻ ചൂസ് ചെയ്യുന്ന പ്രത്യേക സ്കിൻ കളർ വെച്ചിട്ടാണ് ഫൗണ്ടേഷൻ ചൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നല്ലപോലെ ബ്ലെൻഡ് ചെയ്യുക. അതിലാണ് മേക്കപ്പ് നന്നായിരിക്കത്തുള്ളൂ കേട്ടോ, നല്ല സെറ്റ് ആകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കോമ്പാക്ട് പൗഡറാണ് കേട്ടോ. അപ്പോൾ ഇത് ചൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിൻ കളറിന് സ്യൂട്ടാകുന്ന രീതിയിലായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ ഈവനായിട്ട് ബ്ലെൻഡ് ചെയ്യുക കേട്ടോ ഫേസിലും നെക്കിലും. അപ്പം നെക്സ്റ്റ് ഐ മേക്കപ്പ് ആണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് ഫസ്റ്റ് ബേസാണ് ഇടേണ്ടത് കേട്ടോ. എന്ന ശേഷമാണ് ഐ ഷാഡോ ഇടാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഞാൻ ഐ ഷാഡോ ആണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. അതിൽ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന കളർ എന്ന് പറയുന്നത് പിങ്ക് ആണ്. അപ്പം ഞങ്ങൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ നമ്മൾ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തിരിക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് നാച്ചുറൽ ലുക്ക് കിട്ടത്തുള്ളൂ. നെക്സ്റ്റ് ഐലൈനർ ഇട്ട് കൊടുത്താലോ. അപ്പോൾ ഈ ഐലൈനർ എന്ന് പറയുന്നത് എനിക്ക് ഒരു പെൻസിൽ ടൈപ്പ് ഉണ്ട്, ലിക്വിഡും ഉണ്ട് കേട്ടോ. അപ്പോൾ മോൾക്ക് ഞാൻ ലിക്വിഡ് ടൈപ്പുള്ളതാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു ഒത്തിരി മൂവ്മെൻ്റ് ആവുമല്ലോ. അപ്പോൾ അത് സ്പ്രെഡായ പണിയാകും കേട്ടോ. അതുപോലെ പ്രത്യേകിച്ചിട്ട് ഐ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല ബ്രൈറ്റ് ആയിരിക്കണം. സ്റ്റേജ് പ്രോഗ്രാമൊക്കെ അല്ലേ, അപ്പോൾ നല്ല ബ്രൈറ്റ് ആയിരിക്കണം, അപ്പോഴേ കാണാൻ നന്നായിരിക്കത്തുള്ളൂ. അതുപോലെ ഐലൈനർ ഇടുമ്പോൾ നല്ല വൈഡായിട്ട്, നല്ല വിങ്ങൊക്കെ നല്ല വൈഡായിട്ട് നല്ലപോലെ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് കണ്ണെഴുതുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ മേക്കിൻ്റെ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. നല്ലതാണ്, സ്പ്രെഡ് ആകത്തില്ല. അപ്പോൾ അതുപോലെ തന്നെ കണ്ണെഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇൻസൈഡിലും ഔട്ട് സൈഡിലും നല്ല ഷാർപ്പായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഐ മേക്കപ്പ് എന്ന് പറയുമ്പോൾ നല്ല ഡാൻസിനൊക്കെ നല്ല ഗെറ്റപ്പ് ഉണ്ടായിരിക്കണം. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഐബ്രോസ് ഡ്രോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഐബ്രോസ് ഡ്രോ ചെയ്ത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്യുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് നാച്ചുറൽ ലുക്ക് കിട്ടത്തുള്ളൂ. നെക്സ്റ്റ് ബ്ലഷർ ആയാലോ. അപ്പോൾ ബ്ലഷർ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ല സ്മൈലായി ചെയ്തിരിക്കണം കേട്ടോ. പിന്നെ ഇത് ഹൈലൈറ്റ്സ് ആണ്. അപ്പോൾ ഹൈലൈറ്റ്സ് ഇടുന്ന പ്ലേസിലാണ് ഐബോണിൻ്റെ അവിടെ ഇടുക. അതിനുശേഷം പിന്നെ ഫോർഹെഡ്, നോസ് ആൻഡ് ചിൻ, ഇത്രയും ഭാഗത്താണ് നമ്മൾ ഹൈലൈറ്റ്സ് ഉണ്ടാക്കുന്നത്. നല്ലപോലെ ബ്ലെൻഡ് ചെയ്യുക കേട്ടോ. പിന്നെ ഇത് ഹൈലൈറ്റ്സ് ഇത് തന്നെ കോർണർ ഐയിലാണ് ഇടുന്നത്. അവിടെ നല്ലപോലെ ഹൈലൈറ്റ്സ് അതൊക്കെ നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്യണം കേട്ടോ. ബ്ലെൻഡിങ്ങിലാണ് മേക്കപ്പ് നല്ല ലുക്കുള്ളത്. പിന്നെ അടുത്തത് പൊട്ട്. I've done my makeup. Now we're going to move on to the hairstyle. I didn't put lipstick on because I'm going to eat lunch soon. അപ്പോൾ ജിയുടെ മേക്കപ്പ് കഴിഞ്ഞു. അപ്പോൾ ഇനി ലിപ്സ്റ്റിക് ഒന്നും ഇട്ടില്ല കേട്ടോ. നമുക്ക് ഇത് കൂട്ടി കഴിക്കണം. ലഞ്ച് കഴിച്ചിട്ടാണ് ഇത് ഇടുന്നുള്ളൂ. ഇനി ഞാൻ ഹെയർ ആണ് ചെയ്യുന്നത് അല്ലേ. Yeah.